9th സ്റ്റാൻഡേർഡ് മാത്സ് പ്രപ്പോർഷൻ പേജ് നമ്പർ 229 ക്വസ്റ്റ്യൻ ആൻസറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ? ഡസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് പോളിഗൺ ചേഞ്ച് പ്രൊപ്പോർഷണാലിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ നമ്പർ ഓഫ് സൈഡ്സ്? എക്സ്പ്ലെയിൻ ദ റീസൺ. നമുക്ക് ത്രികോണത്തിൻ്റെ കോണുകളുടെ തുകയും അതുപോലെ തന്നെ ഹെക്സഗൺ എന്ന് പറയുന്ന ഷഡ്ഭുജത്തിൻ്റെ കോണുകളുടെ തുകയും കാണണം. ഇനി നമ്മുടെ ഏതൊരു ബഹുഭുജമായാലും അതിൻ്റെ സൈഡും അതിൻ്റെ കോണുകളുടെ തുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്, അതായത് നമ്മുടെ ആന്തര കോണുകളുടെ തുക കാണേണ്ട സൂത്രവാക്യം n-2 × 150 ആണ്. ത്രികോണത്തിന് ആകുമ്പോൾ നമ്മൾ ത്രികോണത്തിന് വശങ്ങൾ 3 ആണ്. 3 - 2 × 150 180 ഡിഗ്രി വരും ആൻസർ. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ഹെക്സഗൺ എന്ന് പറയുന്നത് n-2 × 180 4 × 180 എന്ന് പറയുമ്പോൾ 720 വരും. സൈഡ് 3 ആവുന്ന സമയത്ത് 180 ആണ്, സൈഡ് 6 ആകുമ്പോൾ 720 ആണ്, സൈഡ് 12 ആകുമ്പോൾ 1800. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. റേഷ്യോ സൈഡ്സ് എന്ന് പറയുന്നത് സൈഡുകൾ തമ്മിലുള്ള, ഇപ്പോൾ നമ്മൾ 3:6 ആണെങ്കിൽ ഇവിടെ 180:720 ആണ് വരിക. ഇവിടെ 6:12 ആണെങ്കിൽ 720:1800 ആണ് വരിക. അപ്പോൾ 3:6 ആകുമ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം 1:2 ആണ് വരിക. റേഷ്യോ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 180:720 ആകുമ്പോൾ അത് 180:720 ആകുമ്പോൾ 1:4 എന്നാണ് വരിക. അപ്പോൾ രണ്ട് റേഷ്യോ മാറ്റമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സം ഓഫ് ആംഗിൾസ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് സൈഡ്സ്. അതായത് തുകയും സൈഡും എന്തല്ല, പ്രൊപ്പോർഷണൽ അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇൻസൈഡ് ദ ട്രയാങ്കിൾ ഓഫ് ബേസ് 6 cm ആൻഡ് ദ ഹൈറ്റ് 3 cm, lines are drawn parallel to the base. Prove that the length of these lines change proportionality with respect to the distance from the top vertex. Find the proportionality constant. ഇപ്പോൾ ഇവിടെയുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കണ്ട ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഈ ഫിഗറിൻ്റെ ബേസ് 6ഉം ഹൈറ്റ് 3ഉം തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് ഇത് ഇവിടെയുള്ള ഈ ലൈൻസിൽ ഒരു ലൈന് മാത്രം ഇവിടെ, ഒരു പച്ച കളറിലുള്ള ഒരു ലൈന് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലൈനിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ലൈനും ഡിസ്റ്റൻസും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയണം. നമ്മുടെ ഗ്രീൻ കളറുള്ള ലൈൻ ഞാനിവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന ഫിഗർ. ഇവിടെ 6ഉം ഈ ഹൈറ്റാണ് 3 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ലൈന് മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്രീൻ കളറുള്ള ലൈന് മാത്രം എടുത്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. PQ എന്ന് പറയുന്നത് ലെങ്ത്തും ഈ BC എന്ന് പറയുന്ന ലെങ്ത്തും എന്താണ്, പാരലൽ ലൈൻസ് ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പാരലൽ ലൈൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം APQ എന്ന് പറയുന്ന ഒരു ത്രികോണവും ABC എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിളും, രണ്ട് ത്രികോണങ്ങൾ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ളതിന് A കോമൺ ആംഗിൾ ആണ്. പിന്നെ ഇത് പാരലൽ ലൈൻസ് ആയതുകൊണ്ട് BCയും PQയും പാരലൽ ലൈൻസ് ആയതുകൊണ്ട് APQ, അതായത് ഈ ആംഗിളും സെയിം ആയിരിക്കും, ഇതും സെയിം ആയിരിക്കും. ഇത് കോമൺ ആംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുകളിലുള്ള APQവും ABCയും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പ്രൊപ്പോർഷണൽ ആണ്. അതുകൂടാതെ തന്നെ എന്ത് പറയാം, സൈഡ്സ് സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ എന്ന് പറയാം. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് അറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. y/6 = x/3 എടുക്കാം. കാരണം നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇത് y/6, നമ്മൾ x എന്ന് പറയുന്നത് ഹൈറ്റ് ആയിട്ട് എടുക്കുക, ഹൈറ്റ് x. അപ്പോൾ നമ്മൾ വലിയ ഹൈറ്റ് 3 ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ 6 തന്നിട്ടുണ്ട്, PQ y ആയിട്ട് എടുക്കുന്നു. അതിൻ്റെ മാത്രം ഹൈറ്റ് എന്ന് പറയുന്നത് x-ഉം ഈ ടോട്ടൽ ഹൈറ്റ് 3ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, y/6 = x/3 എന്ന് എഴുതാം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3y = 6x എന്ന് വരും. y = 6x/3 = 2x. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള നമ്പറാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 2. അതായത് നമുക്കറിയാം ഇതിൻ്റെ സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്, ഇവിടെ 6 ആകുമ്പോൾ ചിലപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ആ റേഷ്യോ തന്നെ ഉണ്ടാവുക. 3 ആണ് ഇവിടെ, ഇപ്പോൾ 6 ആകുമ്പോൾ 3 ആണെങ്കിൽ ഇത് 3 ആണെങ്കിൽ ഇത് 1.5 അങ്ങനെയായിരിക്കും അതിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടാവുക. അടുത്തത്, വിത്തിൻ എ സെമി സർക്കിൾ ഓഫ് ഡയമീറ്റർ 10 cm ലൈൻസ് ആർ ഡ്രോൺ പാരലൽ ടു ദ ഡയമീറ്റർ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇത് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ട് 10 cm ഉണ്ട്. അതിന് പാരലായിട്ട് ഒരുപാട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ലൈൻസിൻ്റെ 2 ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഇൻ ഈച്ച് ഓഫ് ദ പിക്ചർ ബിലോ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ പാരലൽ ടു ദ ഡയമീറ്റർ. അതായത് നമ്മൾ ഇവിടുന്ന് 1 cm ഡിസ്റ്റൻസിൽ ഒരു ഗ്രീൻ കളർ ഒരു പാരലൽ ലൈൻസ് ഉണ്ട് ഡയമീറ്ററിന് പാരലായിട്ട്. അപ്പോൾ ഈ ലെങ്ത്ത് നമ്മൾ കാണണം. അതുപോലെ തന്നെ ഇവിടുന്ന് 2 cm ഡിസ്റ്റൻസിൽ വരുന്നത്
സർക്കിളിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ്, ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ ഉള്ളതും ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ ഉള്ളതിൻ്റെ ലൈനിൻ്റെ ലെങ്ത്ത് കാണാം. നമുക്കറിയാം ഇത് ചെറുതായിരിക്കും, ഇത് വലുതായിരിക്കും. ഡയമീറ്ററിനോട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത്ത് എന്താണ് കൂടി വരും. ഇതിനെ നമ്മൾ കോഡ് എന്നാണ് പറയുക, ഞാണിൻ്റെ നീളം. ഈ ഒരു ഞാണിൻ്റെ നീളം കാണേണ്ട ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുക, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഡസ് ദ ലെങ്ത് ഓഫ് ദ പാരലൽ ലൈൻ ചേഞ്ച് പ്രൊപ്പോർഷണാലിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സെമി സർക്കിൾ, എക്സ്പ്ലെയിൻ ദ റീസൺ. എന്താ പറയുന്നത്, ഈ പാരലൽ ലൈൻസും ഏതും പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞ് ഡിസ്റ്റൻസും, നമ്മുടെ ഈ ഇങ്ങനെയുള്ള പാരലൽ ലൈനും ഈ ഡിസ്റ്റൻസും പ്രൊപ്പോർഷണൽ ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഡിസ്റ്റൻസ് വെച്ചിട്ട് തന്നെ ഒരു ഫിഗർ വരഞ്ഞിട്ടുണ്ട്. ഇവിടെ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 10 ആയതുകൊണ്ട് ഇത് 5 വരും. നമ്മൾ ഇതിൻ്റെ നടുക്കേ കൂടി ഇത് സെൻറ്റർ ആയിരിക്കും, സർക്കിളിൻ്റെ സെൻറ്റർ ഇ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സി ഡി എന്ന് പറയുന്നത് നമ്മുടെ ഞാണിൻ്റെ നീളമാണ്. അതിൽ നമുക്ക് സി ജി എന്ന് പറയുന്നത് ജി ഡി എന്ന് പറയുന്നതും ഒരേ നീളമാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു ലൈന് പെർപെൻഡിക്കുലർ ലൈനാണെങ്കിൽ അത് കോഡിനെ ഡിവൈഡ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ സി ജിയും ജി ഡിയും സെയിം ലെങ്ത് ആയിരിക്കും. നമുക്കിവിടെ ജി ഡി കണ്ടുപിടിക്കാം. ജി ഡി എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ലെങ്ത് സർക്കിളിൻ്റെ എല്ലാ റേഡിയസും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇ ബി 5 ആയതുകൊണ്ട് ഈ എഫും 5 ആയിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഈ നമ്മുടെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ജി ഡി എന്ന് പറയുന്നത് 25 - 16, ഇവിടെ 5² - 4² ആണ്. 25 - 16 = 9. √9 ആണ്, അത് 3 ആണ് കിട്ടുക. 3 എന്ന് പറയുമ്പോൾ സി ഡി 6 ആവും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പിക്ചറിൽ നമുക്ക് ജി ഡി കാണുമ്പോൾ ഇവിടെ നിന്ന് 2 ആകുമ്പം ഇവിടെ 3 ആണ് വരിക, കാരണം ടോട്ടൽ 5 ആണ്. അപ്പോൾ ഇവിടെ ജി ഡി കാണാൻ വേണ്ടിയിട്ട് 5² - 3² ചെയ്യുമ്പോൾ 25 - 9 = √16 = 4 വരും. സി ഡി എന്ന് പറയുമ്പം ജി ഡി 4 ആകുമ്പം സി ഡി 4 + 4 8 സെൻറ്റിമീറ്റർ ആണ് വരിക. ഡിസ്റ്റൻസും ലെങ്ത്തും നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് 1 ആകുമ്പം ആ ലെങ്ത് ഓഫ് കോഡ് 6 ആണ്. അതായത് അകലം നമുക്ക് 1 എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഞാണിൻ്റെ നീളം എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് 2, അകലം 2 എടുക്കുന്ന സമയത്ത് ലെങ്ത് ഓഫ് കോഡ് ഞാണിൻ്റെ നീളം എന്ന് പറയുന്നത് 8 ആണ്. റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1:2 ആണ്. റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത് 6:8 ആണ്. 1:2 എന്ന് പറയുന്നത് 1ൻ്റെ ഡബിൾ ആണ് 2. ഇവിടെ 6 വന്നാൽ ഇവിടെ 12 വന്നാൽ ഇത് റേഷ്യോ കറക്റ്റായിട്ട് വരുള്ളൂ. 6:8ൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് 3:4 ആണ്. പിന്നെ മാറ്റാൻ പറ്റില്ല. പിന്നെ ഇതാണ് മാക്സിമം സിംപ്ലസ്റ്റ്, കാരണം 3:4ൻ്റെ 3ൻ്റെ പകുതി എന്ന് പറയുന്നത് 1.5ഉം ഇവിടെ 2 ആണ് വരിക. പോയിൻറ്റ് നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, പൂർണ്ണ നമ്പർ മാത്രമേ എഴുതുള്ളൂ. 3:4 എന്ന് പറയുന്നത് 1:2 എന്ന് പറയുന്നത് സെയിം അല്ലാത്തത് കൊണ്ട് തന്നെ ലെങ്ത് ഓഫ് പാരലൽ ലൈൻസ് ആർ നോട്ട് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സെമി സർക്കിൾ. അതും എന്തല്ല, പ്രൊപ്പോർഷണൽ അല്ല, നോട്ട് പ്രൊപ്പോർഷണൽ ആണ്. 2 റേഷ്യോ ഡിഫറെൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, ബൈ.